ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഇത്തരത്തിലൊരു ആക്രി കട പ്രവർത്തിക്കുന്നത്. അതൊക്കെ എങ്ങനെ സുരക്ഷാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അല്ല, തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു കാഷ്വാലിറ്റി ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ആളപായ ഒന്നും ഉണ്ടായില്ല. കുറച്ച് നാശനഷ്ടങ്ങളുണ്ട്. ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫയർ ഫൈറ്റിംഗ് സംവിധാനം അതോടൊപ്പം ലൈസൻസ് ഇതൊക്കെ പരിശോധിക്കണം എന്നൊരാവശ്യമില്ല. കാരണം ഇത്തരം ഒരു സ്ഥാപനം നടത്തുമ്പോൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പരിശോധന വിധേയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആൾക്കൂട്ടം, വലിയ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ സ്ക്രാപ്പ് ഇത്തരം ഗോഡൌണുകളുണ്ട്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പാലിക്കേണ്ടതായ നിയമപരമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അത് ലോക്കൽ ബോഡികളാണ് നോക്കേണ്ടത്.